പാലക്കാട് PK ശശി അദ്ദേഹത്തിന് കുറച്ചധികം പാർട്ടി സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സ്വന്തമായിട്ടൊരു പാർട്ടി, അതിലേക്ക് എന്താ പറയുന്നത്, വിമതരായ കുറച്ച് അണികൾ, അവരെ എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് നേരിടുക, ഇതൊക്കെയായിരുന്നു PK ശശിയുടെ ആഗ്രഹങ്ങൾ. പക്ഷേ എല്ലാം വെള്ളത്തിൽ വരച്ച വര പോലായി പോയി എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. കാരണം PK ശശി പാർട്ടി ഉണ്ടാക്കാൻ പോയി, പാർട്ടി ഉണ്ടാക്കി, പക്ഷേ അതിൽ PK ശശി മാത്രമേ ഉള്ളൂ എന്നാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം ചേട്ടാ? അപ്പോൾ CPM എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ച് അവർക്ക് ഇഷ്ടമല്ലാത്ത, അതായിരിക്കും എളുപ്പത്തിൽ പറയാൻ പറ്റുന്നത്. അവർക്ക് ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ നിരവധി കാരണങ്ങളുണ്ടാവും, നിരവധി പ്രശ്നങ്ങളുണ്ടാവും. കാര്യം അവർ ജനകീയനായ ഒരു നേതാവായാൽ അവർക്ക് ഇഷ്ടം ഉണ്ടാവില്ല. പാർട്ടി എന്ന് പറയുന്ന ചട്ടക്കൂട്, പാർട്ടി പറയുന്നതിനപ്പുറം ഇപ്പോൾ ഒരു ഏറ്റവും നല്ലൊരു ബ്രാൻഡഡ് ഷർട്ട് ഇട്ടുകൊണ്ട് ഒരു പാർട്ടി കമ്മിറ്റി പോയാൽ ഇവൻ എന്താണ് കൂടിയ ഷർട്ടൊക്കെ ഇടുന്നേടെ എന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് സഹാക്കൾ ചോദിക്കും. ഇവൻ എന്താണ് ബൂർഷോ ആണടെ ഇന്ന് നമ്മളറിയില്ല, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും. ഇത് അവർക്കേ ഉള്ളൂ. അങ്ങനെയാണ് സുരേഷ് കുറുപ്പ് എന്ന് പറയുന്ന നേതാവ്, അറിയാമല്ലോ, കോട്ടയത്ത് അദ്ദേഹം DH ഷർട്ട് ഇട്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കുറ്റം ഉണ്ടായിരുന്നത്. അപ്പോ സുരേഷ് കുറുപ്പ് അദ്ദേഹം MP യുമായിരുന്നു. അതെ, ഏറ്റുമാനൂരിൽ മത്സരിച്ച അദ്ദേഹം ജനസമ്മതനായിരുന്നു. അപ്പൊ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിനൊക്കെ സ്ഥാനാർത്ഥിയാക്കുന്നൊക്കെ പ്രതീക്ഷിച്ചു. ശരിയാവട്ടെ. അപ്പോൾ ഇവിടെ ശശിയുടെ കാര്യം എന്ന് പറയുന്നത്, PK ശശി എന്ന് പറയുന്ന പാർട്ടി, പാലക്കാട് പാർട്ടിയെ ഒരു വേള നിയന്ത്രിച്ചിരുന്ന ആള്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന് പാർട്ടി വിഭാഗീയത രൂക്ഷമായിരിക്കുമ്പോൾ അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയി വരുമ്പോൾ പാർട്ടി അതാത് ജില്ലകളിൽ പിടിക്കാൻ പല ജില്ലകളിൽ ഏർപ്പെടുത്തിയിരുന്നതിൽ ഒരാളായിരുന്നു ശശി, PK ശശി. അതെ, അദ്ദേഹം ഈ അജയ്കുമാർ എന്ന് പറയുന്ന ഒരു MP ഉണ്ടായിരുന്നു അവിടെ. അതുപോലെ അറിയാമല്ലോ അജയ്കുമാർ, തീർച്ചയായും. അതുപോലെ തന്നെ നമ്മുടെ വിജയരാഘവൻ, മലപ്പുറംകാരനായ വിജയരാഘവന് പാലക്കാട് ബന്ധമുണ്ട്, അതും അറിയാമല്ലോ. വിജയരാഘവന് പാലക്കാടും മലപ്പുറവും എല്ലാം തമ്മിൽ. അതെ. അപ്പൊ ഈ വിജയരാഘവൻ, പിന്നെ ഈ പറയുന്ന അജയ്കുമാർ, പിന്നെ കൃഷ്ണദാസ് എന്ന് പറയുന്ന ഒരു നേതാവുണ്ട്. കൃഷ്ണദാസിനെ അറിയാമല്ലോ. കൃഷ്ണദാസ് കല്യാണം കഴിച്ചിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ നിന്നാണ്, PK കൃഷ്ണദാസ്. അപ്പൊ ബഹുമാനപ്പെട്ട കൃഷ്ണദാസ് ഒക്കെ ഉൾപ്പെടെയുള്ളവർ VS പക്ഷത്തായിരുന്നാണ്. VSനെ മലമ്പുഴയെ കൊണ്ടുവന്ന് ജയിപ്പിക്കുന്നതിൽ ഒരു വലിയ പങ്ക് വഹിച്ച ആൾക്കാരാണ് ഈ പറയുന്ന കൃഷ്ണദാസും അജയ്കുമാറും ഒക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പറയുന്ന പോലെ ശശി ഒരു വേള ഇവരിൽ നിന്നെല്ലാം മാറി, PK ശശി ഇവരിൽ നിന്നെല്ലാം മാറി ഇദ്ദേഹത്തിന് പാർട്ടി പിടിച്ചു കൊടുക്കുന്ന ആളായിരുന്നു. പിണറായി വിജയൻ പാലക്കാട് ചെല്ലുമ്പോൾ അദ്ദേഹത്തിനെ റിസീവ് ചെയ്യുന്നത്, കാറിൽ കൂടെ പോകുന്നത്, അദ്ദേഹത്തിന് വേണ്ട ഒരുക്കങ്ങൾ ചെയ്തു കൊടുക്കുന്നത് പിണറായി എന്ന് പറഞ്ഞാൽ ശശിയായിരുന്നൊരു സമയം ഉണ്ടായിരുന്നു. അപ്പൊ ഇത് ശശി മുതലാക്കി. ശശി എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ എന്നോട് തുടക്കത്തിൽ പ്രശാന്ത് ചോദിച്ച പോലെ അദ്ദേഹം മാത്രമേ ഇപ്പോൾ ഉള്ളൂ. അതിനുള്ള കാരണം എന്ന് പറയുന്നത്, CPM എന്ന് പറയുന്ന പാർട്ടിയിൽ ഇപ്പോൾ ഈ DH ഷട്ടിട്ടുള്ള കുറ്റം പറയുന്നു എന്ന് പറയുന്ന പോലെ ഇതിലൊരു ചട്ടക്കൂടുണ്ട്, സംഘടനാ ചട്ടക്കൂട്. ഈ സംഘടനാ ചട്ടക്കൂടിൽ ഇപ്പൊ കുഞ്ഞികൃഷ്ണൻ ചേട്ടൻ പയ്യന്നൂർ വിളിച്ചു പറഞ്ഞല്ലോ, സഖാവ് കുഞ്ഞികൃഷ്ണൻ വിളിച്ചു പറഞ്ഞല്ലോ. അതെ, സംസാരിക്കാം. അപ്പൊ അതുപോലെ വിളിച്ചു പറയുന്നവർ കുറവാണ്. ഇപ്പൊ അത് പ്രശാന്തിന് അറിയാവോന്ന് അറിയില്ല. ചേട്ടാ, ഈ രാജാവ് നഗ്നാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഒറ്റപ്പെടുത്തുന്ന ഒരു പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതായത് പ്രശാന്ത്, ഇതിനകത്ത് ഉണ്ടാകുന്ന ഒരു വിഷയം എന്ന് വെച്ചാൽ, ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനെ വിമർശിക്കാൻ ഇതിനകത്ത് ആളില്ലാത്ത എന്തുകൊണ്ടാണ്? അതാണ് ഈ പറയുന്ന രീതിയിൽ ശശി പറയുന്ന ഒരു വാക്ക്, അടിമകളാണ്. ശശി പുറത്തു വന്നിട്ട് പറയുന്ന അടിമകളാണ് ആരും ഒന്ന്. അപ്പം നമുക്ക് മറിച്ചൊരു ചോദ്യം ചോദിക്കേണ്ടി വരും. ശശി ഇപ്പോൾ ഈ കഴിഞ്ഞ 10 ദിവസമോ 15 ദിവസം മുമ്പാണ് KTDCയിൽ അദ്ദേഹത്തിന്റെ പദവി രാജിവെച്ചത്. അദ്ദേഹത്തിന് അത്ര കണ്ട അനുമതി ഈ പാർട്ടിയെ സംബന്ധിച്ച് മതിപ്പില്ലായ്മ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതുവരെ ഒരു അടിമയായിരുന്നു അതുവരെ എന്തിനാ അദ്ദേഹം കടിച്ചു പോയി കിടന്നത്? എന്നിട്ട് അദ്ദേഹം പറയുന്നത് എന്തെങ്കിലും കിട്ടിയാലോ, ഒരു എല്ലി കഷ്ണം കിട്ടിയാലോ അല്ലെങ്കിൽ അപ്പകഷ്ണം കിട്ടിയാലോ എന്ന് കിട്ടാത്ത കൊണ്ടല്ലേ പോകേണ്ടി വന്നത്. അല്ല, സഖാവ് കൊടിയേരി ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ആയിരുന്നേ, ഇങ്ങനെ ആയിരുന്നേ. സത്യത്തിൽ ഇത് മറ്റൊന്നുമല്ല, ശശി നല്ല വെട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. ഇത് എങ്ങനെയെന്നറിയോ, ഈ വെട്ടിപ്പിന്റെ ഒരു വീതം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൃത്യമായി കിട്ടാതെ വരും. അപ്പോഴാണ് ഒരാൾ വിളിച്ചു പറയുന്നത്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ, നമ്മളിപ്പോ പത്രം ഓഫീസിൽ അല്ലെങ്കിൽ ചാനലിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ ചില ഇൻഫർമേഷനുകൾ വരും. അതായത് ഒരാളുടെ മകളുടെ പരാതിയുമായി വരുന്ന ആൾക്ക് അതിനകത്ത് സ്ഥാനമാനം കിട്ടിയില്ല, അല്ലെങ്കിൽ പിന്നെ റാങ്ക് ലിസ്റ്റിൽ പേരില്ല. അപ്പോൾ ഇങ്ങനെ പരാതിയുമായി വരുന്നവർക്ക് അവരുടെ താല്പര്യം നടക്കാതെ വരുമ്പോൾ മറ്റുള്ളവർക്ക് അവരെ കുറ്റവുമായിട്ടാണ് നമ്മളടുത്ത് വാർത്ത വരുന്നത്. മനസ്സിലായില്ലേ? അതുപോലെ ഈ പാർട്ടിക്കകത്ത് ഇപ്പൊ രക്തസാക്ഷി ഫണ്ട് ഇവർക്ക് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വീതം വെക്കലുണ്ടായിരുന്നു. ഈ വീതം വെക്കൽ എന്തോ ഒരു കണക്കോ കുറവോ ഒക്കെ ഉണ്ടായി. കാര്യം ശശി വെട്ടി ഉറപ്പാണ്. ഇപ്പം കുഞ്ഞികൃഷ്ണൻ ചേട്ടൻ്റെ അവിടെ ആണെങ്കിൽ മറ്റേ രക്തസാക്ഷി ഫണ്ട് വെട്ടിച്ചെന്ന് പറഞ്ഞില്ലേ, അതുപോലെ ശശി അവിടുത്തെ ഒരു ട്യൂട്ടോറിയൽ കോളേജുമായി ബന്ധപ്പെട്ടൊക്കെയാണ് ശശി നല്ല ഏറ്റവും വെട്ടിപ്പ് ഷൊർണൂര് നടത്തിയത്. അപ്പൊ ആ വെട്ടിപ്പ് പാർട്ടിക്കകത്ത് വ്യക്തമായിട്ട് അറിയാം. എന്നിട്ട് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട്, ഞാൻ ചോദിക്കട്ടെ, തിരുവനന്തപുരത്ത് സെൽവരാജ് ഇപ്പൊ എവിടെയാണ്?
ശെൽവരാജ് എവിടെയാണ്? എൻ്റെ ഒരു സംശയമാണ്, ശെൽവരാജ് എന്ന് പറഞ്ഞ ഒരാൾ ജീവിച്ചിരിപ്പുണ്ടോ? എനിക്കറിയില്ല. ഏതായാലും CPM എന്ന് പറയുന്ന ആളുണ്ട്, പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആൾക്ക് പ്രത്യക്ഷത്തിലേക്ക് വരാൻ പറ്റുന്നില്ല. അല്ല, അങ്ങനെയല്ല. അതാണ് ഈ സംഘടന. ഈ സംഘടനയിൽ നിൽക്കുന്ന കാലം ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഫൈറ്റ് ചെയ്ത് നിൽക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ പോയാൽ നിങ്ങൾ കറിവേപ്പിലയുമല്ല, ഇനി ഒന്നുമല്ല. ശശി മനസ്സിൽ കരുതി ഇപ്പൊ കൊഴിഞ്ഞാമ്പാറയിലുള്ള സഖാക്കൾ അല്ലെങ്കിൽ മറ്റ് പാലക്കാട് ജില്ലയിലെ മറ്റ് സഖാക്കൾ ഇവരെല്ലാം കൂടെ അദ്ദേഹത്തിനൂടെ ചെല്ലുമെന്നാണ്. അവിടെയും അവർ ശശിയുടെ ശ്രേണിയിൽപ്പെട്ടവരല്ല. അതായത് സുരേഷ് ബാബു എന്ന് പറയുന്ന ജില്ലാ സെക്രട്ടറി സ്പിരിറ്റ് കടത്തുകാരനെന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. എൻ്റെ ഒരു സംശയം, സ്പിരിറ്റ് കടത്തുകാരനായ സുരേഷ് ബാബുവിനെ ഈ സ്പിരിറ്റ് കടത്തുകാരൻ ആണ് അതിൻ്റെ തെളിവ് വെച്ചുകൊണ്ട് അദ്ദേഹം സംസാരിക്കണമായിരുന്നു. എന്നിട്ട് അദ്ദേഹം ഒന്നുകൂടെ മാതൃഭൂമിയിലെ ബിജു പങ്കജിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നുണ്ട്, സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ ജീവിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഈ പാർട്ടി ഇങ്ങനെ പോകില്ലായിരുന്നു. ബാലകൃഷ്ണൻ എന്ന് പറയുന്ന സഖാവിന് ഇത് കൊണ്ടുപോകാൻ അറിയാമായിരുന്നു. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഈ കള്ളന്മാരെ ഒക്കെ ഈ പിണറായി വിജയൻ ഒരു വേള ഇദ്ദേഹത്തിൻ്റെ കൂടെ നിന്നിരുന്നു, കണ്ണടച്ച് പാല് കുടിക്കുന്നതിന് സപ്പോർട്ട് ചെയ്യുന്നു. പക്ഷേ ഒരു അതിര് വിടുമ്പോൾ പിന്നെ എന്ത് ചെയ്യും? വേലി വിളവ് തിന്നാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് മാത്രമല്ല, അതിൽ നമ്മൾ അപ്പൊ ചോദിക്കും പിണറായി വിജയൻ മിടുക്കനാണോ എന്ന്. അദ്ദേഹത്തിന് കക്കാൻ അറിയാമെങ്കിൽ അദ്ദേഹത്തിന് നിൽക്കാനും അറിയാം. അദ്ദേഹത്തിന് കക്കാൻ അറിയാമെങ്കിൽ അദ്ദേഹത്തിന് നിൽക്കാൻ അറിയാം. ഇപ്പോ പറഞ്ഞു കേൾക്കുന്ന ഒരു വർത്തമാനം ഇത് പറഞ്ഞതുകൊണ്ട് ഇതുകൂടെ നമുക്ക് പറഞ്ഞു പോകാതിരിക്കാൻ കഴിയില്ല. ഈ പാലക്കാട് ഇങ്ങനെ അദ്ദേഹത്തിനോടൊപ്പം നിന്ന സഖാക്കൾ എല്ലാവരും മാറിപ്പോയല്ലോ. ഇവരെല്ലാം ഇനി തിരിച്ചു വരുമോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയില്ല. കാര്യം അവരൊക്കെ ഇനി ശശി ഞങ്ങളെ നേതാവൊന്നുമല്ല എന്ന് പറഞ്ഞു. ഒന്നുകൂടി പറയണം, ആർഷോ പച്ചയ്ക്കാണ് ചീത്ത വിളിച്ചത് ആരാ? ശശിയെ. അങ്ങനെ ഈ പാർട്ടിയിൽ ആരെങ്കിലും ഒക്കെ പൊതുമധ്യത്തിൽ ഞാൻ ചോദിക്കട്ടെ, പ്രശാന്തിനറിയാം, ഈ CPM എന്ന് പറയുന്ന പാർട്ടി ഒരു സംഘടനയാണ്. ഈ സംഘടനാ തത്വങ്ങളിൽ പാർട്ടി കമ്മിറ്റിക്കകത്തെ ഇത്തരത്തിൽ നേതാക്കൾ തമ്മിൽ സംസാരിക്കാവൂ, അല്ലാതെ പൊതുമധ്യത്തിൽ പൊതുവേദിയിൽ ഇത്തരത്തിൽ തെറി വിളിക്കാമോ? ആർഷോ തന്നെ വലിയൊരു ഷോ ആണല്ലോ. അപ്പൊ ആർഷോ തന്നെ വലിയ ഷോ ആയി ഇത്തിരി പോന്ന SFI-കാരന്റെ വായിരിക്കുന്ന ഇദ്ദേഹം കേട്ടോ. ആ സമയത്ത് തന്നെ ഇദ്ദേഹം രാജിവെച്ച് പോകുമെന്ന് പറഞ്ഞു. ആ സമയത്ത് തന്നെ ലീഗുകാർ ഇദ്ദേഹത്തിനെ ഷൊർണൂർ നിർത്താൻ ചർച്ചകൾ നടത്തുമെന്ന് പറഞ്ഞു. എന്നിട്ട് ഇപ്പോൾ ഇദ്ദേഹം ലീഗിനെ കണ്ടും മുസ്ലിം ലീഗിനെ കണ്ടും ഷൊർണൂർ മുസ്ലിം ലീഗിനെ കണ്ടും അല്ലെങ്കിൽ ബാക്കിയുള്ള UDF-ലെ മറ്റ് ഘടകകക്ഷികളെയും കണ്ട് അദ്ദേഹം ചാടിയെങ്കിൽ UDF-നകത്ത് അദ്ദേഹത്തിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ യൂത്ത് കോൺഗ്രസിന് അതിഭീകരമായ എതിർപ്പുണ്ട്. യൂത്ത് കോൺഗ്രസ് പറഞ്ഞു നിർത്താൻ പറ്റില്ല, അങ്ങനെയൊന്നും നിർത്തില്ല. കോൺഗ്രസിന് അവരുടേതായിട്ടുള്ള ഒരു അച്ചടക്കമുണ്ട്. പീഡനത്തിന്റെ തീവ്രത അളന്ന സമയത്ത്, ശശിയുടെ പീഡനത്തിന്റെ തീവ്രത അളന്ന സമയത്ത് ശശിയുടെ പീഡനത്തിന്റെ തീവ്രതയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ക്ഷമിക്കുക, പീഡനത്തിന്റെ തീവ്രത അറിയാതെ ഞാൻ ചിരിച്ചു പോയതാണ്. അത് ഞാൻ പറയേണ്ട കാരണം എന്ന് വെച്ചാൽ പീഡനത്തിന്റെ തീവ്രത അളന്ന സമയത്ത് അന്ന് എതിർത്തിരുന്ന യൂത്ത് കോൺഗ്രസ്സുകാർ ഇന്ന് ശശിക്ക് വേണ്ടി വോട്ട് ചോദിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. അപ്പൊ ശശി എന്തായി? അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് PK ശശിക്കൊപ്പം ഒരു കുഞ്ഞുമില്ല. പക്ഷെ അത് PK ശശിയുടെ കുറവാണെന്നോ അല്ലെങ്കിൽ CPM-ന്റെ കൂടുതലാണെന്നോ ഇവിടെ നമുക്ക് പറയാൻ ഉദ്ദേശമില്ല. CPM-ന്റെ കൂടുതൽ കൊണ്ടല്ല ശശിക്കൊപ്പം ആളില്ലാത്തത്. ചുരുക്കി പാലക്കാട് CPM തകർന്നു. അതെ, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ PK 10 കൊല്ലം മുമ്പ് യുവാക്കളായവരെ ഇപ്പൊ CPM-ലാണ് സ്ഥാനാർത്ഥിയാക്കാൻ. അല്ല, ഞാൻ പറഞ്ഞു വന്നതല്ല. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാട് PK ശശി ഇപ്പോഴാണ് ശരിക്കും ശശിയായത്. തീർച്ചയായിട്ടും ഇപ്പൊ അദ്ദേഹം ശരിക്കും ശശിയായി.